എന്താ പാപ്പ, സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ബെല്ല ഇവിടുന്ന് മാറുന്നത് നല്ലതാ, കഴിയുന്നതും വേഗം. ഈ വീട്ടിൽ നിന്ന് മാറാനോ? ഈ വീട്ടിൽ നിന്നല്ല, ഈ രാജ്യത്തുനിന്ന് തന്നെ. നീ US വിട്ടു. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ടിക്കറ്റ് പറയാം. അതെന്തിനാ? ഇവിടെ ബിസിനസ്സുമായിട്ട് കഴിയുന്ന ഞാൻ എന്തിനാ US പോകുന്നേ? എന്താ സാർ പ്രശ്നം? ഹരികൃഷ്ണൻ ഒരു പ്രശ്നമാവുന്ന സംശയമുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വഴി ഞാൻ ഒരു അന്വേഷണം നടത്തി. അപ്പം കിട്ടിയ ന്യൂസാ, ഹരി മുൻകൈയെടുത്ത് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവാണെന്ന്. പോലീസിന് മുന്നിൽ നന്ദൻ കുറ്റസമ്മതം നടത്തിയാലേ എല്ലാവരും പെടും. കൊലപാതകത്തിന് കെവിൻ സഹായിച്ച ഉൾപ്പെടെ വരും. ഈ കേസിലെ ബെല്ലയുടെ ഇടപെടലും ഗൂഢാലോചനയും പുറത്തു വരും. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളതും കണ്ടെത്തും. ചുരുക്കത്തിൽ നമ്മൾ 3 പേരും പെടും. അതുകൊണ്ട് ശ്രദ്ധിച്ചേ പറ്റൂ. കെവിൻ തൽക്കാലം ചെന്നൈയിലേക്കോ മറ്റോ ഒന്ന് മാറി നിൽക്കുക. നീ US വിട്ടു. ജിൻസി ആന്റിയോട് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ബെല്ല, നീ വെറുതെ വാശി പിടിക്കല്ല. നീ കരുതും പോലെയൊന്നുമല്ല. കുടുങ്ങിയ പിന്നെ പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. എന്തായാലും ശരി, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവില്ല. എനിക്കാദ്യം എന്റെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കണം. നന്ദന്റെ കാര്യങ്ങൾ ഞാൻ പാപ്പനോട് പറഞ്ഞിരുന്നല്ലേ. ആ കാര്യം എനിക്ക് സാധിക്കണം. നന്ദനെ ഒന്നും വിട്ട് എനിക്ക് ഒരിടത്തേക്കും പോവാൻ പറ്റില്ല. ഇതല്ല, നിന്റെ പിടിവാശി അതിമോഹങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇത് അതിമോഹമൊന്നും അല്ല, എന്റെ തീരുമാനങ്ങളാ. ആര് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് മാറാനും പോകുന്നില്ല. പാപ്പൻ വെറുതെ ഷൗട്ട് ചെയ്യണ്ട. എന്റെ ഏതാഗ്രഹത്തിനും കൂടെ നിന്നിട്ടുള്ള ആളല്ലേ പാപ്പൻ. ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം നടത്താൻ നോക്കുമ്പോ അത് അതിമോഹം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കരുത്. ഈ നാടും ഇവരെ ഒന്നും വിട്ട് ബെല്ലയ്ക്ക് ഒരു ലൈഫില്ല. സർ, ഇതെല്ലാരും ഒന്നിച്ചിരിക്കേണ്ട സമയമോ? പരസ്പരം പഴിചാരി വഴക്കിട്ട വലിയ കുഴപ്പങ്ങളിലേക്കാ പോകാൻ പോകുന്നത്. കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാനീ പറയുന്നത്. അത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാ? പപ്പ പ്ലീസ് അങ്ങനെ പറയല്ലേ. ആദ്യം പാപ്പൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാനത് പാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ ഒന്ന് നിക്ക്. പാപ്പൻ പേടിക്കാതെ. നമുക്ക് കുഴപ്പം വരുന്ന രീതിയിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയേണ്ടത് പറഞ്ഞു.